ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? 2 ദിവസം അല്പം തിരക്കായിപ്പോയി കേട്ടോ, അതാ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. നമുക്കിനി സ്റ്റോറിയിലേക്ക് പോയാലോ? പ്രണയം പാർട്ട് 10. ക്യാമ്പസിലെ ആ വലിയ ഓഡിറ്റോറിയത്തിൽ മംഗളവാദ്യങ്ങൾ വീണ്ടും മുഴങ്ങി. എല്ലാ തടസ്സങ്ങളെയും നീതിയുടെയും പ്രണയത്തിൻ്റെയും കാര്യത്തിൽ മറികടന്ന് ആര്യൻ അനഘയുടെ കഴുത്തിൽ ചാർത്തിയ ആ താലിയിൽ ഒരു ആയുസിൻ്റെ മുഴുവൻ കാത്തിരിപ്പും ഉണ്ടായിരുന്നു. വിവാഹശേഷം ആര്യൻ്റെ തറവാട്ടിലേക്ക് ആദ്യമായി വലതുകാൽ വെച്ച് കയറുമ്പോൾ അനഘയുടെ മനസ്സിൽ സുഭദ്രാമ്മയുടെ മുഖമായിരുന്നു. ആ വീട്ടിലെ ഓരോ തൂണിലും ആര്യൻ്റെ അമ്മയുടെ ഓർമ്മകൾ മണക്കുന്നുണ്ടായിരുന്നു. അനഘ, നീ ഈ വീട്ടിലേക്ക് വരണമെന്നുള്ളത് എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്ന് ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. ആര്യൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാത്രിയിൽ നിലാവുദിച്ച ആ വലിയ തറവാടിൻ്റെ ബാൽക്കണിയിൽ അനഘ തനിച്ച് നിൽക്കുകയായിരുന്നു. ആകാശത്തെ ചന്ദ്രനെ നോക്കി അവൾ തൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അത് കണ്ട് പതുക്കെ പിന്നിലൂടെ വന്ന് ആര്യൻ അവളുടെ തോളിൽ കൈവച്ചു. അനഘ ഒന്ന് ഞെട്ടിപ്പോയി. സാർ എപ്പോഴാണ് വന്നത്? അവൾ തെല്ല് നാണത്തോടെ ചോദിച്ചു. ഇപ്പോഴും നീ എന്നെ സാർ എന്ന് തന്നെയാണോ വിളിക്കുന്നത് അനഘ? നമ്മളിപ്പോൾ ഒന്നല്ലേ? നിൻ്റെ ഈ ആര്യൻ്റെ കൂടെയുള്ള പുതിയൊരു ജീവിതമാണിനി നിനക്ക് മുന്നിൽ. ആര്യൻ അവളുടെ മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. മാലതി മേനോൻ്റെ ആ ചതിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നു സാർ. അല്ല ആര്യേട്ടാ, അവൾ പതുക്കെ തിരുത്തി പറഞ്ഞു. ആര്യൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട അനഘ, കടൽ എത്ര പ്രക്ഷുബ്ധമായാലും തീരമണയാൻ ഒരു തോണി ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലെ ആ തീരം നീയാണ് ആര്യേട്ടാ. നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകുന്നത് വലിയൊരു കരുത്താണ്. നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം ദൈവം തന്ന മധുരമാണ് ഈ നിമിഷം. അനഘയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ആര്യൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഈ കണ്ണീർ ഇനി നിൻ്റെ കണ്ണിൽ വരരുതനക. നിൻ്റെ ചുണ്ടിലെ ഈ പുഞ്ചിരി കാത്തു സൂക്ഷിക്കാൻ ഞാനിനി എന്തും ചെയ്യും. നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് നിൻ്റെ ഈ ആര്യൻ. അവരുടെ പ്രണയ നിമിഷങ്ങൾക്കിടയിൽ കാറ്റുമെല്ലെ വീശിക്കൊണ്ടിരുന്നു. മുറ്റത്തെ മുല്ലപ്പൂക്കളുടെ സുഗന്ധം ആ രാത്രിയെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ടിരുന്നു. നമുക്ക് നമ്മുടെ പഴയ ക്യാമ്പസിലേക്ക് ഉടനെ തിരിച്ചു പോകണം ആര്യേട്ടാ. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സുഭദ്രാമ്മയുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാക്കണം നമുക്ക്. അനഘ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ആര്യനോടായി പങ്കുവെച്ചു. തീർച്ചയായും അനഘ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ ക്യാമ്പസിനെ മാറ്റിയെടുക്കും. അവിടെ ഇനി ആരും അധികാരം കൊണ്ട് ആരെയും അടിച്ചമർത്തില്ല, ആര്യൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അന്ന് രാത്രി അനഘ തൻ്റെ പുതിയ ഡയറിയിൽ ആദ്യത്തെ വരി ഇങ്ങനെ കുറിച്ചു. പ്രണയം ഒരു പോരാട്ടമാണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ആര്യേട്ടൻ്റെ കൂടെയുള്ളപ്പോൾ അത് മനോഹരമായ ഒരു കവിതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പിറ്റേന്ന് രാവിലെ തറവാട്ടിൽ വലിയൊരു ആഘോഷമായിരുന്നു. മാഷും സൗമിനി ടീച്ചറും വിശ്വനാഥൻ വർമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അനഘയുടെ ഉള്ളം നിറഞ്ഞു. മോളെ അനഘ, നീ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. ആര്യനെ നീ പൊന്നുപോലെ നോക്കണം, വിശ്വനാഥൻ വർമ്മ അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു. അനഘ ആര്യൻ്റെ അച്ഛൻ്റെ കാലിൽ തൊട്ട് വന്ദിച്ചു. അച്ഛാ, എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധി ആര്യേട്ടനാണ്. ഞാനത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും. ഭക്ഷണത്തിന് ശേഷം ആര്യയും അനഘയും പുറത്തേക്ക് നടക്കാനിറങ്ങി. അപ്പോൾ ആര്യൻ അവളോട് ചോദിക്കുകയാണ്. നിൻ്റെ ഈ സ്നേഹത്തിന് പകരമായി നിനക്ക് ഞാൻ എന്ത് സമ്മാനമാണ് അനഘ തരേണ്ടത്? അതിന് മറുപടിയായി അവൾ പറഞ്ഞു. എനിക്ക് എൻ്റെ ആര്യേട്ടൻ്റെ സ്നേഹം മാത്രം മതി. എന്നും ഈ ശ്വാസം പോലെ നിഴൽ പോലെ ഏട്ടൻ എൻ്റെ കൂടെയുണ്ടാവണം. ആ മനോഹര നിമിഷങ്ങൾക്കിടയിലും എവിടെയോ ഒരു കരിനിഴൽ അവരെ അലട്ടുന്നത് പോലെ അനഘയ്ക്ക് തോന്നി. എന്താ അനഘ, നീ എന്തിനാ പേടിക്കുന്നത്? ആര്യൻ അവളുടെ മുഖത്തെ ഭാവവ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ആര്യേട്ടാ, എന്തോ ഒരു അസ്വസ്ഥത. മാലതി മേനോൻ പോയെങ്കിലും ആ മിനി ഇനിയും എന്തെങ്കിലും ചെയ്യുമോ? മിനി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് അനഘ. അവൾക്കിനി നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അതോർത്ത് വിഷമിക്കണ്ട.
ആര്യൻ അവളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അതേസമയം ദൂരെ ഒരു ഇരുളടഞ്ഞ മുറിയിൽ ഒരാൾ ആര്യൻ്റെയും അനഘയുടെയും ഫോട്ടോ നോക്കി പകയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മാലതി മേനോൻ്റെ സഹോദരൻ പ്രതാപൻ വർമ്മയായിരുന്നു. ആര്യൻ, എൻ്റെ സഹോദരിയെ നീ ഇല്ലാതാക്കി. നിന്റെ സന്തോഷം അധികകാലം നീണ്ടു നിൽക്കില്ല. അനഘയുടെ കണ്ണീർ കാണാൻ നീ തുടങ്ങുന്നതേ ഉള്ളൂ. പ്രതാപൻ വർമ്മയുടെ വാക്കുകളിൽ മരണഭയം മണക്കുന്നുണ്ടായിരുന്നു. പ്രതാപൻ വർമ്മ ലണ്ടനിൽ നിന്ന് രഹസ്യമായി നാട്ടിലെത്തിയ വിവരം ആരും അറിഞ്ഞിരുന്നില്ല. അനഘയെയും അർജുനെയും വകവരുത്താൻ വലിയൊരു പദ്ധതി അയാൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ ആര്യനും അനഘയും തങ്ങളുടെ സ്വപ്നലോകത്തായിരുന്നു. ആര്യൻ അനഘയ്ക്ക് വേണ്ടി ഒരു പഴയ പാട്ട് മൂളി. ആ പാട്ടിൽ അവരുടെ പ്രണയം അലിഞ്ഞു ചേർന്നു. ആര്യേട്ടാ, ഈ പാട്ട് ഇത്രയും മനോഹരമായിരുന്നോ? അനഘ അതിശയത്തോടെ ചോദിച്ചു. പാട്ട് മനോഹരമാക്കുന്നത് അത് ആർക്ക് വേണ്ടിയാണ് പാടുന്നത് എന്നനുസരിച്ചാണ് അനഘ, ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിലാവ് കൂടുതൽ തെളിയാൻ തുടങ്ങി. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ രണ്ടുപേരും പുതിയൊരു തീരത്തേക്ക് ഒഴുകുകയായിരുന്നു. കാറ്റിൽ ആര്യൻ്റെയും അനഘയുടെയും പ്രണയത്തിൻ്റെ മണം പടർന്നു. പക്ഷേ ദൂരെ ഒരു കൊടുങ്കാറ്റ് ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റിനെ മറികടക്കാൻ അവരുടെ പ്രണയത്തിന് കഴിയുമോ? തുടരും. സ്റ്റോറി ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ.